ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ പോഡ്കാസ്റ്റ്. ഇത് വളരെ റിസ്കി ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ്. കാരണം ഇന്നത്തെ ടോപ്പിക് മാരേജ് ആണ്. ഐ നോ ഇറ്റ് ഹാസ് ബീൻ ഡിസ്കസ് ടു ഡെത്ത്. പക്ഷെ പല രീതിയിലുള്ള പെർസ്പെക്റ്റീവ്, എസ്പെഷ്യലി ഫ്രം എ യങ് ജനറേഷന്റെ കിട്ടാനായിട്ട് വളരെ നമ്മുടെ കാൻഡിഡ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും ഇത്. ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് ടോപ്പിക്. പലർക്കും പല സ്ട്രോങ് ഒപ്പീനിയൻസ് കാണും. ഇതെല്ലാം ഓബിയസ്ലി നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നിന്നും പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടാകുന്ന സംഭവമാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, അടി ഉണ്ടാവാൻ പാടില്ല. കാരണം എല്ലാവരും ഭയങ്കര സ്ട്രോങ് വ്യൂസ് ഉള്ളതാണ് ഇതില് 3 പേരുണ്ട്. ഒന്ന് ഞാൻ ഇതിൽ വെറും മോഡറേറ്റർ ആയിരിക്കും, ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിരിക്കും. അടി വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യാനായിട്ട് വേണ്ട, ഞാൻ ആയിക്കോളാം. ഏത് 3 പേര് ഞാൻ പറയാം. ഇത് ഓൾമോസ്റ്റ് നമ്മൾ 12 years 13 years ഓഫ് മാരേജിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ കമ്പാരിറ്റീവ്ലി എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറയാം. ആ സമയത്ത് ഭയങ്കര എക്സ്പീരിയൻസ്ഡും അല്ല, തീരെ ഇൻഎക്സ്പീരിയൻസ്ഡും അല്ല. അതൊന്ന്. രണ്ടാമത്തെ ആള് കല്യാണം പ്രായം ടെക്നിക്കലി അക്കോർഡിംഗ് ടു സൊസൈറ്റി കല്യാണ പ്രായമായിട്ട് കെട്ടാതെ നിൽക്കുന്നു. അതാ പറയാ, അങ്ങനത്തെ സൊസൈറ്റി പറയുന്ന ആ ഒരു ഏജിലാണ് ഒരാൾ നിൽക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ആള് എന്താ പറയുന്നത്, യങ് ആണ്, ഈസ് ഇൻ ഹിസ് ഏർലി 20s. പക്ഷെ മാരേജിനെ കുറിച്ച് ഡ്രീം ഉണ്ട്. വീട്ടിൽ നിന്ന് മാരേജ് എന്ന് പറഞ്ഞ പ്രഷർ വരുന്നുണ്ട്. സോ അങ്ങനത്തെ നിൽക്കുന്ന ഒരാളാണ്. സോ നമുക്ക് 3 പേരുടെ പെർസ്പെക്റ്റീവിലുള്ള ടോക്ക് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ ജെഫ്രിന്റെ തന്നെ തുടങ്ങാം. പക്ഷേ യു ഹാവ് ടു സപ്പോർട്ട് മീ. വി ആർ മാരീഡ്. അതാണ് റൂൾ നമ്പർ 1. സപ്പോർട്ട്. ഓക്കേ, കം ഓൺ, ലെറ്റ്സ് സ്റ്റാർട്ട്. ബെസ്റ്റ് ഫ്രണ്ട് ആണ്, എന്നെയും സപ്പോർട്ട് എല്ലാവർക്കും സപ്പോർട്ട് ആണ്. ഭാര്യ കഴിഞ്ഞിട്ട് മതി ആരും. ഞാൻ പറഞ്ഞാണല്ലോ നിങ്ങൾ തമ്മിൽ അടിയാവും മിക്കവാറും. സോ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമായിരിക്കട്ടെ ഇത്. മാരേജിനെ കുറിച്ച് ജെഫ്രിന് ഒരു പാരഗ്രാഫ് എന്താണ് അഭിപ്രായം? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെഫ്രിനെ കെട്ടണോ? ഇപ്പോഴല്ല, ഇപ്പോഴാണോ? നമ്മള് മനുഷ്യരാണല്ലോ. ഓക്കെ, എപ്പോഴാ എന്താ മാറിപ്പോണെന്ന് അറിയാൻ പറ്റില്ല നമ്മുടെ ക്യാരക്ടർ. ഇപ്പോഴത്തെ ഇതിൽ വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. എന്താ കാര്യം? ഈ ഒരു എനിക്കെന്റെ മൈൻഡില് ശരിക്കും പറഞ്ഞ ഒരു കൺജസ്റ്റഡ് ലൈഫ് ആവും എന്നുള്ള ഒരു പേടിയുണ്ട്. ആണ്. അത് ചിലപ്പോ എനിക്ക് എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ ആയതായിരിക്കാം. ഇപ്പൊ എന്റെ ഇതില് നമുക്കൊരു ഫ്രീഡം കിട്ടാത്തൊരു, അതായത് ബാച്ചുലർ ട്രിപ്പ് ഒക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പൊ ദില്ലിനെ പോലെ പെട്ടെന്ന് പോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം വരുമല്ലോ. മനസ്സിലായി. അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരു കൺജസ്റ്റഡ് ലൈഫ് ആവും എന്നുള്ളൊരു പേടി. അതുകൊണ്ട് മാത്രമാണോ കെട്ടാത്തത്, അല്ലെങ്കിൽ കെട്ടാൻ തോന്നാത്തത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ അങ്ങനെ തോന്നുന്നു, അപ്പൊ ലേറ്റർ ഓൺ അതാവില്ല എന്നാണോ പറയുന്നത്? ഞാൻ ഓൾറെഡി ദില്ലിനോട് പറഞ്ഞ ഹസ്ബൻഡ് മെറ്റീരിയൽ സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ അത് മാറി. അതാ എനിക്ക് അറിയണ്ടേ, വാട്ട് ഈസ് ഹസ്ബൻഡ് മെറ്റീരിയൽ? അത് മറ്റൊരു ഇത് കണ്ടു മനസ്സിലായി. ഫസ്റ്റ് തന്നെ ജെഫ്രിന് അതല്ല, നമ്മൾ പറഞ്ഞാണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഭയങ്കരമായിട്ട് കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്, ജെഫ്രിന്റെ ഫുൾ ലൈഫ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാം, ജെഫ്രിൻ അത് കഴിഞ്ഞിട്ട് ഉണ്ടായ സബ്സിക്വന്റ് റിലേഷൻഷിപ്സിൽ റെസ്ട്രിക്ഷൻസ് വന്നു. റെസ്ട്രിക്ഷൻസ് വന്നപ്പോ ഡേറ്റിംഗിൽ തന്നെ അത്രയും റെസ്ട്രിക്ഷൻസ് വന്നു. അപ്പൊ കല്യാണം കഴിയുമ്പോ അത് ഒരു തവണയല്ല, മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോ തന്നെ ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത്. ഇൻ ദ സെൻസ് ഇങ്ങനെ വേണം, അങ്ങനെ വേണം. അപ്പൊ അത് ജെഫ്രിൻ, എനിക്ക് പേഴ്സണലി തോന്നുന്നത് ജെഫ്രിന്റെ വേവ് ലെങ്ത്തിൽ ആളെ കിട്ടാത്തത് കൊണ്ടാണോ, അതോ ജെഫ്രിന്റെ ഞാൻ ആരെ കെട്ടിയാലും എന്തായാലും ജെഫ്രിന്റെ സ്വഭാവം ഒരുപാട് മാറ്റേണ്ടി വരും എന്ന് തോന്നിയതുകൊണ്ടാണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കിപ്പോ ജെഫ്രിന്റെ എക്സാമ്പിൾ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അപ്പോ പക്ഷെ അതുകൊണ്ടിട്ട് യു കനോട്ട് ജഡ്ജ് ഓൾ ദ ഗേൾസ് ദാറ്റ് അങ്ങനെ ഇനി ഞാൻ ആരെ സ്നേഹിച്ചാലും എന്നെ കൺട്രോൾ ചെയ്യും, എനിക്ക് ഫ്രീഡം തരൂല, അങ്ങനെ വിചാരിച്ച് കെട്ടാതിരിക്കും. പക്ഷെ ഒരു ആക്സെപ്റ്റഡ് ഫാക്ട് പറയട്ടെ, എത്ര ഇപ്പൊ ഒരു 0.1% വിടുക, നോട്ട് ഈവൻ ടെലിംഗ് 1%, 0.1% വിട്ട് കഴിഞ്ഞാൽ നമ്മള് ഒരു വൈഫ് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഇപ്പൊ രണ്ടുപേരുടെ പെർസ്പെക്ടീവ്, നമുക്കിപ്പോ ഹസ്ബൻഡ് വൈഫ് നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിന്റെ പെർസ്പെക്ടീവ് എന്നാണ് നമ്മൾ കാണുന്നത്. ഇൻ ദ സെൻസ് അവരെന്താ പറയുന്നതെന്ന്. എന്താണെങ്കിലും എത്രയൊക്കെ ഫ്രീഡം തരുന്ന വെച്ചാണെങ്കിലും ആ ഒരു ആഫ്റ്റർ മാരേജ് അത് മാറിയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എത്രയാണെങ്കിലും ദേ വിൽ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. കമ്മിറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും വരും. സോ ദേ വോണ്ട് ടു ബി എ മേജർ പാർട്ട് ഓഫ് യുവർ ലൈഫ്. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഏറ്റവും സക്സസ്ഫുൾ റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നത് ഒരു പാർട്ട്ണറിനെ മനസ്സിലാക്കുമ്പോൾ, ഈവൻ വിത്തൗട്ട് ദം ഇറ്റ്സ് ഓക്കെ ടു ബി ഹാപ്പി എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ഹാപ്പിനെസ്സിൽ അവർ ഭാഗമാവണമെന്നില്ല. അതുപോലെ തന്നെ നമ്മളും അവരുടെ എല്ലാ ഹാപ്പിനെസ്സും ഭാഗമാവുന്നില്ല. കാരണം പല ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഉണ്ട്. ഫാമിലി, ഇപ്പം
ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രിയയുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഒരു ദിവസം പോയി സ്പെൻഡ് ചെയ്തു, ഞാൻ ഇല്ല, ബട്ട് ഷീ ഈസ് വെരി ഹാപ്പി. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഹാപ്പി ആവണം. അത് ഭയങ്കര പാടാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇന്നത്തെ ഗേൾസിനോ അല്ലെങ്കിൽ ബോയ്സിനാണെങ്കിലും ഈക്വലി അവർക്ക് അവരുടെ പാർട്ട്ണറിന്റെ ലൈഫിൽ അവരില്ലാത്ത ഒരു ഹാപ്പിനെസ് വരുമ്പോ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്റെ ഒരു ഇതില് എനിക്ക് അങ്ങനെ ഹാപ്പി ആവും. ഇപ്പം എന്റെ ഒരു പാർട്ട്ണർ ഇപ്പൊ അങ്ങനെ പോവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഓക്കെ, ഐ ആം ഹാപ്പി. പക്ഷെ നേരെ തിരിച്ചങ്ങനെ ആവും എന്നുള്ളൊരു പേടിയുണ്ട്. അത് ഭയങ്കര പാടാണ്. അത് ഐ പേഴ്സണലി ഫീൽ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെ വന്നില്ലെങ്കിൽ അതൊരു ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ജെഫ്രിന് അങ്ങനെ കുഴപ്പമില്ലാന്ന് ജെഫ്രിൻ പറയണു, ഓക്കെ. പക്ഷെ ജെഫ്രിന്റെ കാര്യമല്ലേ പറയണുള്ളൂ. ആ കുട്ടി അങ്ങനെ ആകാൻ പാടില്ല എന്ന് ജെഫ്രിന് പറയാൻ പാടില്ല. പക്ഷെ അതൊരു പ്രഡിക്ഷൻ അല്ല നമുക്ക്. പക്ഷെ അങ്ങനത്തെ ഒരു കുട്ടിയുടെ കൂടെ ജീവിക്കേണ്ടതാണ് ജെഫ്രിന്റെ ആഗ്രഹം, മനസ്സിലായോ? അതുകൊണ്ടാണ് കെട്ടാത്തത്. അവനൊക്കെ നോക്കാൻ പോയ ജീവിതത്തിൽ ഒരിക്കലും കെട്ടാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഇതിൽ അങ്ങനെയാണ്. അല്ല, ആദ്യം ജെഫ്രിൻ എന്റെ അഭിപ്രായത്തിൽ മനസ്സിലാക്കേണ്ടത് പല പല ആൾക്കാരാണ്, പല ടൈപ്പ് ആൾക്കാരാണ്, പല സ്വഭാവം, പല ക്യാരക്ടേഴ്സ്. ചിലവർ ഇമോഷണൽ ആണ്, ചിലർ ഒട്ടും ഇമോഷണൽ അല്ല, അങ്ങനത്തെ പല പല ആൾക്കാരാണ്. എല്ലാവരും ഇപ്പൊ ജെഫ്രിന്റെ രീതിയിൽ ഇങ്ങനെ നോക്കി പോണെന്ന് പറഞ്ഞ എന്തായാലും എവിടെയായാലും ഇപ്പൊ ജെഫ്രിന്റെ അതേ എന്താ ഫോട്ടോസ്റ്റാറ്റ് വൈബില് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഒരാളെ കിട്ടിയാലും എവിടെയെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും. പക്ഷെ ആ കോംപ്രമൈസ് ചെയ്യാൻ റെഡി അല്ലാത്ത ഇഷ്ടംമാതിരി ആൾക്കാർ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇന്ന് ഈ ടോപ്പിക് മെയിൻ ആയിട്ട് കൊണ്ടുവരാനായിട്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സബ്സ്ക്രൈബർ ആരാന്ന് പറയില്ല, ഒന്നും ഞാൻ പറയുന്നില്ല, എവിടുന്നൊന്നും പറയുന്നില്ല, ഈ കേരളത്തിൽ തന്നെയുള്ള കുട്ടിയാണ്. ഫസ്റ്റ് വ്ളോഗില് ഫസ്റ്റ് 10 കമന്റ്സ് തൊട്ട് റെഗുലർ ആയിട്ട് നമുക്കുള്ള ഒരു കുട്ടിയാണ്. ഇപ്പൊ കമന്റ് ചെയ്യാറൊന്നുമില്ല, പക്ഷെ ആദ്യമൊക്കെ കമന്റ് ചെയ്യാറുള്ള ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി ഷീസ് ലൈക്ക് കുറച്ച് ഏജ്ഡ് ആണ്, ലൈക്ക് എന്നെ കാട്ടിയൊക്കെ മൂത്താണ്, ബട്ട് ഇറ്റ്സ് എ ഫസ്റ്റ് മാരേജ്. ഷീ ഗോട്ട് മാരിഡ്. ആ ആള് ഒരു വർഷം പുറകെ നടന്നിട്ട് ഈ കുട്ടി നോ എന്ന് പറഞ്ഞിട്ട് കെട്ടിയതാണ്. ഓക്കെ, കെട്ടിയിട്ട് എനിക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളോട് ഭയങ്കര സിൻസിയർ, പിന്നെ എന്റെ സെയിം വൈബുള്ള, ഭയങ്കരമായിട്ട് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ്. സോ ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം പറഞ്ഞിട്ട് കെട്ടിയത് 10th ഡേ, 10ാമത്തെ ദിവസം ഈ ഹസ്ബൻഡ് കൊണ്ട് വീട്ടിൽ വിട്ടു. പുറകെ നടന്ന് കെട്ടിയിട്ട് 10ാമത്തെ ദിവസം വീട്ടിൽ കൊണ്ട് വിട്ടു. ഷീ വെന്റ് ഇൻടു ഡിപ്രഷൻ. എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ട് വിട്ട് എന്തിനാന്നറിയില്ല, റീസൺ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അതുവരെ ഒരു വഴക്കും ഇങ്ങനെ ആ കൂടെ 10 ദിവസമേ ഇയാള് പുറകെ നടന്ന് പ്രേമിച്ചാണ്. 10 ദിവസത്തിൽ എന്ത് വഴക്കുണ്ടാവാനോ? വഴക്കൊന്നും ഇല്ലായിരുന്നു, ഒരു വഴക്ക്. ആ കുട്ടി വഴക്കിന് പോകുന്നത് കുട്ടിയല്ല. 10 ദിവസം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് 30ാം ദിവസം ഒരു റിലേറ്റീവ് വിളിച്ചു പറഞ്ഞു ഡിവോഴ്സ് വേണം. മനസ്സിലായോ? സോ ഇങ്ങനത്തെ ഞാൻ ചോദിക്കുന്നത്, ആ കുട്ടി പറയുന്നത് എന്താ കാരണം എന്തെങ്കിലും പറയണ്ടേ? അത് എന്തെങ്കിലും പോവായിരിക്കും, അതൊന്നും ഞാൻ ചോദിച്ചില്ല, എനിക്ക് അത്രയും പേഴ്സണലി ആയിട്ടും ചോദിക്കില്ല. പക്ഷെ ആ കുട്ടി പറയുന്നത് ഹി ഹാസൻ ഗിവൺ മീ എ റീസൺ. ഇനിയിപ്പോ അതിന് പുറകെ പോകുന്നില്ല, 10 ദിവസം ജീവിച്ചുള്ളൂ. പക്ഷെ ആ കുട്ടി ഇത്രയും വർഷം കെട്ടാതെ നടന്ന് ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ഇത് ഇങ്ങനെ വന്ന് ഒരാള് ഇത്രയും പ്രേമിച്ച് കെട്ടിയിട്ട് ഈ ഒരു ഡിപ്രഷൻ, സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോയി സംസാരിച്ചു. എനിക്ക് ഭയങ്കര ഹേർട്ടായി. കാരണം നമുക്ക് ഇത്രയും വർഷമായിട്ട് എനിക്ക് നേരിട്ട് ഇടയ്ക്ക് 1-2 തവണ കണ്ടിട്ടുള്ളൂ. പക്ഷെ സംസാരിച്ച് അത്രയും നമുക്ക് അറിയാവുന്ന ഒരു കുട്ടിയാണ്. നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ അത്രയും നമുക്കൊരു ഫാമിലി പോലെ എനിക്ക് അറിയാവുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ എങ്ങനെ ആ കുട്ടി പോകുമ്പോ ആ കുട്ടി ലോസ്റ്റ് ദി എന്താ പറയുന്നത് ബിലീഫ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. ഇനി കല്യാണം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിൽ ബിലീവ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അത് നമ്മൾ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും എന്താന്ന്. അത് ഈ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവം അല്ലല്ലോ കല്യാണം. അതെ, അത് ഫസ്റ്റ് ചെയ്യുമ്പോ തന്നെ അത് എന്താണെങ്കിലും നമ്മളത് അഡാപ്റ്റ് ചെയ്യണം. അപ്പൊ അതാണ് എന്താണ് അഭിപ്രായം? കാരണം പ്രിൻസ് എന്തായാലും മാരേജ് ചെയ്യാൻ പോകുന്ന ഒരു ആളാണ്, അത് ഉറപ്പാ. ഇത്രയും ഇപ്പം ഇതിന്റെ ഒരു വേഴ്സ് പാർട്ട് എന്താ അറിയോ, ഈ സോഷ്യൽ മീഡിയയും കൂടെ വന്നുകൊണ്ട് പ്രിൻസിനെ അറിയാം. പ്രിൻസ് നമ്മുടെ ഒരു എന്താ പറയുന്ന ഫാമിലി മെമ്പറിനെ പോലെയാണ്, ഓൾ ഇൻ ഓൾ ആണ്. നമ്മുടെ സ്റ്റോറിന്റെ മാനേജർ ആണ് ഒഫീഷ്യലി. പക്ഷെ അൺഒഫീഷ്യലി ഹീസ് ലൈക്ക് എ ബ്രദർ ആൻഡ് ഫാമിലി ടു അസ്. സോ പ്രിൻസ് ഇസ് വെരി യങ്, അറൌണ്ട് 23 ആയിട്ടുള്ളൂ. ബട്ട് ഹീസ് പ്രിപ്പയർഡ് ഫോർ മാരേജ്. അങ്ങനത്തെ ഒരാളെ ഞാൻ വളരെ റെയർ ആയിട്ട് കാണുന്നത്. എസ്പെഷ്യലി ബോയ്സ് ഹൂസ് റെഡി ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് ഹൂസ് പ്രിപ്പയർഡ് ടു ഗെറ്റ് മാരിഡ് ബൈ ദ ഏജ് ഓഫ് 23. സോ ഈ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയില് കാണുന്നത് 90% അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ന്യൂസ് ബ്രേക്കപ്സിനെ കുറിച്ചേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് മില്യൺസ് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് മാരേജ് ഉണ്ട് സക്സസ്ഫുൾ ആയി പോകുന്നത്. പക്ഷെ അത് വെളി വരുന്നില്ല.
സോ ഇപ്പൊ എല്ലാവർക്കും ഒരു പേടിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസേഷണൽ ആവുന്ന കാര്യങ്ങൾ എല്ലാം ബ്രേക്കപ്സ് മാത്രമാണ്. മനസ്സിലായോ? സോ അതാണ് ഒരു ആൾക്കാരുടെ മനസ്സിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് നെഗറ്റീവ് ട്രെൻഡ്. ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യം അത് തന്നെയാണ്. അതൊന്ന്, പക്ഷെ ആൾക്കാർ അറിയുന്നത് അത് തന്നെയാണ്. എത്ര പേരുടെ അറിയുന്നുണ്ട് പോസിറ്റീവ് മാരേജസിനെ കുറിച്ച് ആരും ന്യൂസ് വരുന്നുണ്ട്. ഇപ്പൊ ഫിലിം ആക്ടേഴ്സിന് തന്നെ ബ്രേക്കപ്സും അല്ലെങ്കിൽ ഡിവോഴ്സും മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. സക്സസ്ഫുൾ മാരേജ് അവര് പോകുന്നുണ്ട്, പക്ഷെ ഇറ്റ്സ് നോട്ട് കമ്മിങ് ഔട്ട്. അത് ആ ന്യൂസ് ആയിട്ട് വരുന്നില്ലല്ലോ. അപ്പൊ എന്താ പ്രിൻസിന്റെ ഒരു കാഴ്ചപ്പാട്? എങ്ങനെ ഒരു ധൈര്യം, അല്ലെങ്കിൽ ഇത്രയും നെഗറ്റിവിറ്റിയും മാരേജിനെ കുറിച്ച് ഇപ്പോഴും ഇത്രയും ചർച്ചയുള്ള ഒരു ടൈമിൽ എങ്ങനെ കെട്ടാൻ അല്ലെങ്കിൽ റെഡി ആയി നിൽക്കുന്നത്? അല്ല, എപ്പോഴും ഒരു ലൈഫിൽ എപ്പോഴും ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയ ഒരാൾ. മാരേജ് ചലഞ്ച് ആണെന്നാണോ? ചലഞ്ച് അല്ല, ബട്ട് ഈക്വലി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ റെസ്പെക്ട് ചെയ്യുക, ലൈക്ക് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കാണുക. ലൈക്ക് എന്റെ വീട്ടിൽ ഒബ്വിയസ്ലി എന്റെ പാരന്റ്സ് രണ്ടുപേരും രണ്ട് നേച്ചറുള്ള ആൾക്കാരാണ്. ബട്ട് ഈവൻ ദോ അവർ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു ജോയ് ഉണ്ട്, ഒരു ഹാപ്പിനെസ് ഉണ്ട്. എന്റെ അപ്പം ടൈലറാണ്, വീട്ടിൽ തന്നെയാണ് വർക്കിംഗ് കൂടുതൽ. അപ്പോൾ ഫാമിലി ആയിട്ട് ലൈക്ക് ഞങ്ങൾക്ക് പുറത്തേക്ക് ഒരാളില്ല, ഞങ്ങൾ 4 പേരുമാണ് ഇൻസൈഡ് ഒരു ലോകം. സോ അതിനകത്തൊരു ഹാപ്പിനെസ് കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഐ ഫീൽ ലൈക്ക് ഫാമിലി ആണ് ഒരു ബെറ്റർ പ്ലേസ്. ഫ്രണ്ട്സിനെക്കാട്ടിലും കൂടുതൽ ഫാമിലിന്റെ അകത്തായിരിക്കും കുറച്ചും കൂടി ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത്. പേടിയില്ലേ ഇൻ ദ സെൻസ് ഇപ്പൊ ഇത്രയും കേൾക്കുന്നുണ്ട്. കപ്പിൾസിന്റെ അടി ഇപ്പൊ അറിയാലോ, നമ്മൾ കാണാറുണ്ട് കപ്പിൾസിന്റെ അടി അല്ലെങ്കിൽ ഇഷ്യൂസ് നമ്മളെ കാണുന്നുണ്ടല്ലോ. പേടിയുണ്ടോ മനസ്സിൽ? പേടിയില്ല, പക്ഷെ ഇല്ലേ ലൈക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോ എനിക്ക് കുറെ കുറവുകളുണ്ട് ഓബിയസ്ലി. ലൈക്ക് അതേപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും കുറെ കുറവുകൾ ഉണ്ടാകും. ഓബിയസ്ലി അത് ഫാക്ട് ആണത്. പക്ഷെ അത് മനസ്സിലാക്കുക, അതിനെ ലൈക്ക് അതാണുള്ള ഒരു ലൈഫ്. അതാണ് നിങ്ങളുടെ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? പക്ഷെ അത് ഒരിക്കലും രണ്ടുപേരെയും ആരെയും കുറ്റം പറയില്ല. ഇപ്പൊ ജെഫ്രിന്റെ പേഴ്സണാലിറ്റിയിൽ അങ്ങനത്തെ ഒരു ഹൈ ലെവൽ ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ അതായത് ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും എല്ലാ രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പൊ ഒരാൾക്ക് എനിക്ക് എന്റെ വഴി തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നോ വൺ ക്യാൻ ബ്ലെയിം ഇറ്റ്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് തിങ് ഇസ് ദാറ്റ് ജെഫ്രിൻ തന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട്. ഇൻ ദ സെൻസ് ഒരു ഫേക്ക് പേഴ്സണാലിറ്റി പ്രൊജക്ട് ചെയ്തിട്ട് കിട്ടിയിട്ട് പിന്നെ പേഴ്സണാലിറ്റി മാറ്റുന്നതാണ് വേഴ്സ്റ്റ് തിങ്. അതാണ് ഒരു വേഴ്സ്റ്റ് തിങ്. അതാണ് ഒരുപാട് പേര് ചെയ്യുന്നത്. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ, എക്സ്പീരിയൻസ് വരാതിരിക്കാൻ പ്രേമിച്ച് കിട്ടിയാൽ മതിയല്ലോ. എല്ലാവരും കവർ ചെയ്തിട്ടാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ ജെഫ്രിൻ, പ്രേമിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളും പ്രേമിച്ചാണ് കിട്ടിയത്. പ്രേമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഒരാൾക്ക് ഓക്കെ അഭിനയിക്കാൻ പറ്റുമെങ്കിൽ 1 മാസം 2 മാസം 3 മാസം ടാലന്റ് ഉള്ളവർക്ക് വർഷങ്ങളോളം അഭിനയിക്കുമല്ല. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോ എനിക്ക് തോന്നുന്നത് പേഴ്സണാലിറ്റി എന്തായാലും ചേഞ്ച് അല്ല. അത് വരുന്നതിന്റെ റീസൺ റെസ്പോൺസിബിലിറ്റി അത് റെസ്പോൺസിബിലിറ്റി കണ്ടിട്ടില്ലേ? ഉർവശി ഇപ്പോഴും കല്യാണത്തിന് മുമ്പ് എനിക്ക് ലവ് ലെറ്റർ എഴുതാനോ ഡെയിലി ഐ ലവ് യു എന്ന് പറയായിരുന്നല്ലോ. അപ്പൊ മോഹൻലാൽ പറയും എനിക്കിപ്പോ അത് മാത്രമല്ല ജോലി. അത് എനിക്കും അങ്ങോട്ട് പറയാനുണ്ട്. എന്ത് ഐ ലവ് യു പണ്ട് പറയുന്നു, ഇപ്പൊ എപ്പോഴാ കേൾക്കുന്നത് ഐ ലവ് യു എന്നേ കേൾക്കുന്നത്. ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ ഞാനേ പറയാറുള്ളൂ, ഒട്ടും പറയാത്ത ആള് പ്രിയാണ്. ഐ ലവ് യു എപ്പോഴാ ഞാൻ കേട്ടതേ ഇല്ലേ? അത് മതി. വേറെ ആരോടെയും പറഞ്ഞിട്ട് ജെഫ്രിൻ ദില്ലു ഫോണിൽ കൂടെ ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഞാനല്ല. അപ്പൊ അത് കറക്റ്റാ. റെസ്പോൺസിബിലിറ്റി വരുമ്പോഴാണ് ഒരാളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നത്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അക്സെപ്റ്റ് ചെയ്യണം. അതാണ് ലൈഫിൽ ചേഞ്ച് വന്നതിന്റെ റീസൺ. അല്ലാതെ എപ്പോഴും പഴയ രീതിയിൽ തന്നെ അങ്ങനെ അല്ലല്ലോ ലൈഫ്. കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ ഡ്യൂട്ടിയും വൈഫിന്റെ ഡ്യൂട്ടി ഉണ്ട്. മറ്റേത് ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടും ആണല്ലോ, ഇഷ്ടമുള്ള മാതിരി ചെയ്യാലോ. അപ്പൊ പിന്നെ എന്തായാലും അഡ്ജസ്റ്റ്മെന്റ് വന്നേ പറ്റൂ. ചിലവരൊക്കെ ഈ പ്രേമിച്ചിറക്കുമ്പോഴത്തേക്കും അതേ മെന്റാലിറ്റി തന്നെ ആഫ്റ്റർ മാരേജ്. അതാണ് അത് വരുമ്പോഴത്തേക്കും പ്രേമത്തിലൊരു വിഷയം വരുന്നത്. ഭയങ്കര ഇഷ്യൂ ആയിരിക്കും അത്. അല്ല, അപ്പൊ എനിക്കിപ്പോ ജെഫ്രിന്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അതായത് ആദ്യം പറഞ്ഞു ആളറിയാതെ എങ്ങനെ കെട്ടും. അല്ല, ഇപ്പോഴും പറയുന്നില്ലല്ലോ കെട്ടുന്നില്ലെന്ന്. അല്ല, അത് റീസൺ, ദാറ്റ് വാസ് വൺ റീസൺ. ഇപ്പൊ സെക്കൻഡ് പറയുന്നു ആളറിഞ്ഞാലും അവരുടെ സ്വഭാവം കല്യാണം കഴിഞ്ഞാൽ മാറുന്നു. എല്ലാവരും മാറണം എന്നില്ല ജെഫ്രി. എനിക്ക് മാറാത്ത ആരും അറിയില്ല. എന്റെ മാറിയാ നന്നായി മാറി. ഓഹോ, അപ്പൊ നമ്മൾ തമ്മിൽ ഡിബേറ്റിംഗ് വെള്ളം കുടിച്ചോ? പ്രിയയുടെ മാറിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ സി ദ ഫാക്ട് ഇസ് ദാറ്റ് അനദർ ഒരു മെയിൻ തിങ് എന്താണെന്ന് അറിയോ? ഈ മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ തിങ്ക് ആ റിലേഷൻഷിപ്പില് പിന്നെ വർക്ക് വേണ്ടെന്ന് വിചാരിക്കും. അതാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും ഒരു ഫെയിലർ. അത് ഇപ്പം ഫിസിക്കൽ ഇന്റിമസി ആണെങ്കിലും റൊമാൻറ്റിക് നൈറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ റൊമാൻറ്റിക് ടൈം സ്പെൻഡ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എലോൺ ടൈം ആണെങ്കിലും എസ്പെഷ്യലി
മേ ബി ഇന്ത്യ എന്ന് പറയുന്നില്ല, കേരളത്തില് ഈവൻ ദോ യു ഹാവ് റെസ്പോൺസിബിലിറ്റീസ്, മാരേജ് ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എവ്രി വൺ ഒരു എന്താ പറയുക റൊമാൻസും ഇന്റിമസിയും എല്ലാം പ്രതീക്ഷിക്കും. അത് മാരേജ് കഴിയുമ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിന് ഡിസ്റ്റൻസ് വരും, ബ്രേക്കും വരും. അപ്പോഴാണ് ഒരുപാട് വിഷയങ്ങൾ വരുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് പേഴ്സണലി തോന്നുന്നത് എലോൺ ടൈം സ്പെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അക്നോളജ് ചെയ്യുന്നത്, ഇന്ററാക്ഷൻ ഇല്ലാതെ വരുന്നത്. അത് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടിയുടെ ഫീസ് അടയ്ക്കുവോ അല്ലെങ്കിൽ പലവ്യഞ്ജനം വാങ്ങുമോ, അതല്ല ഇന്ററാക്ഷൻ. ഞാൻ പറയുന്ന ഒരു ഇന്റിമേറ്റ് ഇന്ററാക്ഷൻസ് ഇല്ലെങ്കിൽ അതൊരു ഞാൻ പറയുന്നത് ഫിസിക്കൽ അല്ല, അറ്റ്ലീസ്റ്റ് ഒരു എലോൺ ടൈം പോയി ഡിന്നറിന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമോ. ഫിസിക്കൽ ആണെങ്കിലും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. ആ കുറഞ്ഞു കഴിയുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് വിഷയം വരുന്നത്. പാർട്ണറില് രണ്ടുപേരിൽ ഒരാൾക്ക് എന്തായാലും ഇഷ്ടം കൂടുതലുണ്ടാവും, അത് എന്തായാലും ഉണ്ടാവും. അപ്പൊ അവര് എക്സ്പെക്ട് ചെയ്യും കുറെ സംഭവം. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്കും ആ ഒരാൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആവും. അത് പല രീതിയിലേക്ക് നമ്മൾ കെട്ടുന്നതിന് മുന്നേ ആക്സെപ്റ്റ് ചെയ്യുക. അതായത് പുള്ളിയുടെ കയ്യിൽ പല ഫ്ലോസ് ഉണ്ടാവും, എല്ലാരും പെർഫെക്റ്റ് ആയിരിക്കില്ലല്ലോ. അല്ല നമ്മളുടെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, അതായത് ഇങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ. ഇപ്പൊ ഞാൻ കെട്ടുന്നതിന് മുന്നേ ദില്ലു ഇങ്ങനെ ആയിരിക്കും, എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലും, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ കുറെ എക്സ്പെക്ടേഷൻ ഉണ്ടാവും ആസ് എ വൈഫ്. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എനിക്ക് കിട്ടിയില്ല എന്ന് വരും. അപ്പോഴായിരിക്കും ഞാൻ അടി ഉണ്ടാവുന്നതും ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നതും ആ ഡിവോഴ്സിൽ വരെ പോകുന്നതും. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇപ്പത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ടൈം ഇല്ലായ്മ. ഇപ്പൊ ലൈക്ക് എവ്രിബഡി ഈസ് സോ ബിസി. പക്ഷെ അതൊരു റോങ് പെർസെപ്ഷനാണ്. സി ഇഫ് യു വാണ്ട് സംതിങ്, ഇഫ് യു ലവ് സംതിങ്, ലോകത്തോളം എല്ലാവർക്കും എല്ലാത്തിനും ടൈം ഉണ്ട്. അത് വേൾഡിലെ റിച്ചസ്റ്റ് മാൻ ആണെങ്കിലും ബിസിയസ്റ്റ് മാൻ ആണെങ്കിലും ഇഫ് യു അത് മേക്ക് ടൈം ഫോർ ഇറ്റ്. അല്ല, അത് മേക്ക് ടൈം ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ആണ്. കാരണം പ്രയോറിറ്റൈസിംഗ് ആണ്. അപ്പനും അമ്മയൊക്കെ എങ്ങനെ ജീവിച്ചാൽ അവര് രണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്, അത് നമ്മുടെ അമ്മമാര് ഇപ്പൊ ഫ്രാങ്ക് ആയിട്ട് നമ്മുടെ അമ്മമാരാണ് അന്നത്തെ കാലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത്. അത് പക്ഷെ വേറൊരു കാര്യമുണ്ട്, പണ്ടത്തെ കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോയത് അവര് അധികം വർക്കിംഗ് ലേഡീസ് അവരല്ല വാക്കിങ്ങിന്റെ ഒന്നുമില്ല, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പണ്ടത്തെ ആൾക്കാർ പെണ്ണുങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം എന്താ അറിയോ, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് പറഞ്ഞത്. അതന്നെ ഞാനും പറഞ്ഞു, അവര് വർക്കിംഗ് ലേഡി ആയിരുന്നില്ല. ഇപ്പത്തെ കാലത്ത് അഡ്ജസ്റ്റ് ചെയ്യാത്തത് ഡിവോഴ്സ് ആയി എനിക്ക് അവർക്ക് ഫ്രീഡം എന്താന്ന് അവർ അറിഞ്ഞ്. പക്ഷെ എന്റെ ഒരു പെർസ്പെക്റ്റീവില് ഒരു ഫാമിലി ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും പോകുന്നത്. ലൈക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പിള്ളേരുണ്ടാവും, അവരുടെ സ്റ്റഡീസ്, അതിന് ഫണ്ടിങ് വേണ്ടി വരും, ചിലപ്പോൾ വീട് കെട്ടണം, അതൊരു ഗോൾ ആയിരിക്കും. സോ ഇതിനു വേണ്ടി ആരെങ്കിലും ഒരാൾ സാക്രിഫൈസ് ചെയ്യണം. ഷുഡ് ബി എ മെൻ അല്ലെങ്കിൽ ഒരു വുമൻ, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ആ ഡ്രീമിന് ഒരുമിച്ച് പഴയ ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് ഒരാളായിരുന്നു. അപ്പൊ അയാള് കൂടുതൽ ഇതിനകത്തേക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫാമിലിയിലേക്ക് വേണ്ട കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പണ്ടത്തെ മെന്റാലിറ്റി ഓഫ് മെൻ വാസ് ലൈക്ക് ഞാൻ ജോലി ചെയ്യും, ഭാര്യ എന്റെ പിള്ളേരെ നോക്കും, അതാണ് ഡ്യൂട്ടി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. മെൻ ആൻഡ് വുമൺ ആർ ഈക്വൽ. അതാണ് ഇപ്പോഴത്തെ നിലവിൽ. അതുകൊണ്ടാണ് ഇപ്പൊ ഹസ്ബൻഡ് പിള്ളേരെ നോക്കുന്നവർ എത്രയോ പേരുണ്ട്, ഭാര്യ ജോലിക്ക് പോകുന്നവർ എത്രയോ പേരുണ്ട്. അതുകൊണ്ടിട്ടാണ് അത്രയും സ്ട്രോങ് ആയിട്ട് ലേഡീസ് മുന്നോട്ട് വരുന്നോണ്ടാണ് ഡിവോഴ്സ് കേസസും കൂടുതലുള്ളത്. പക്ഷെ അതിന്റെ ഒരു വിഷയം വരുന്നത് ഇപ്പോഴും ഭൂരിപക്ഷം മെൻ എക്സ്പെക്ട് വിമൻ ടു കോംപ്രമൈസ്. ഇപ്പോഴും അതൊരു ഫാക്ട് ആണ്. അത് ആക്ച്വലി കറക്റ്റ് ആണോ റോങ് ആണോ പോലും നമുക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല. അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. പക്ഷെ വി ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ് ഇന്നത്തെ പെണ്ണുങ്ങളെ അന്നത്തെ പെണ്ണുങ്ങളെ പോലെ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരെ ലുക്കപ്പ് ചെയ്ത് നമുക്ക് അവരെ അതുപോലെ ട്രീറ്റ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ അമ്മമാർ അന്ന് ഇങ്ങനെയായിരുന്നു, വീടുകാരെ നോക്കുമായിരുന്നു, അത് നോക്കുമായിരുന്നു. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് ഓപ്ഷൻ ഇല്ല. അതെ, സി അന്ന് ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. അവർക്ക് എന്താണ് ബട്ട് പഴയ ഒരു ജനറേഷൻ സൊസൈറ്റി ഒരു പ്രഷർ തരുന്നുണ്ട് ഒബ്വിയസ്ലി. ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എത്ര പ്രഷർ ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഫ്രീഡം എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്നും നോക്കാൻ പോകാറില്ല. കറക്റ്റ്. ഓക്കെ, ഇടയ്ക്ക് ഒന്ന് ഫ്ലോ ഒന്ന് പോയായിരുന്നു അല്ലെ, ക്യാമറ ചെക്ക് ചെയ്യാൻ പോയതാ. ഇവിടെ ഇന്റൻസിറ്റി കൂടുമ്പോ ഉണ്ടല്ലോ, ഞാൻ പയ്യെ ഒരു എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് കാര്യത്തിനോട് പോകും. ഓക്കെ, ഇപ്പൊ ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞു 12 years ഓഫ് അല്ലെങ്കിൽ 13 years ഓഫ് മാരേജ് എന്താണ്? ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഓക്കെ, എനിക്ക് മാരേജ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് എന്താ എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന മാതിരി എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല.
ഇതില് പാവായിരുന്നല്ലോ. ഇതേ ക്വസ്റ്റ്യൻ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട്. ഞാൻ എവിടെയെങ്കിലും ഇത്രയും വർഷത്തില് ഇവിടെ പോണ്ട, അവിടെ പോവണ്ട, ഇവിടെ എന്തിനു പോകുന്നു, ഇവിടെ ആരെ കാണാൻ പോകുന്നു, എന്തെങ്കിലും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഹാവ് ഐ ആസ്ക്ഡ് യു? ഇല്ല. ഹാവ് ഐ ഗിവൻ യു ഫ്രീഡം? പക്ഷേ അത് ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് യു ഹാവ് ടു ഗിവ്. It's not something even I have to give. പക്ഷെ it has to be like that. It has to be like that. അതുകൊണ്ട് we don't have problems. ഇതുപോലത്തെ അതായത് പ്രിയ എന്തിനാ അവിടെ പോകുന്നത്, പ്രിയക്ക് ഇത്ര സമയത്ത് ഇവിടെ എത്തിക്കൂടെ, പ്രിയ ഇത് ചെയ്യണം, അങ്ങനെ ഒരു ഇത് എന്നിലും വെച്ചിട്ടില്ല, ഞാൻ ദില്ലിലും വെച്ചിട്ടില്ല. എന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ as long നമുക്ക് ആസ് എ ഹസ്ബൻഡ്, ഫാദർ, മദർ, ഡോട്ടർ അല്ലെങ്കിൽ സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് മിനിമം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്യുന്ന ഉള്ള അത്രയും കാലം പിന്നെ നമ്മുടെ പേഴ്സണൽ ഫ്രീഡത്തിലേക്ക് ആരും ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇപ്പൊ ഞാൻ പ്രിയനെ നോക്കുന്നില്ല, അല്ലെങ്കിൽ എന്നല്ല, ഐ ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് ക്വാളിറ്റി ടൈം വിത്ത് വേദുവിന്റെ കാര്യങ്ങൾ ഇടപെടുന്നില്ല, നമ്മുടെ ആരും നോക്കുന്ന വെള്ളം ഒഴിച്ച് നടക്കുന്നു, അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഓബ്വിയസ്ലി എവ്രി വൺ ഹാസ് ദ റൈറ്റ് ടു ക്വസ്റ്റ്യൻ. ബട്ട് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ആസ് എ ഡ്യൂട്ടീസ് ഞാൻ എല്ലാം മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്കും വരേണ്ട ആവശ്യമില്ല. എല്ലാവരോടും അഡിക്വേറ്റ് ടൈംസ്. കാരണം നമ്മുടെ ഫാമിലി ലൈഫ് മാത്രമല്ല, നമ്മുടെ ഫാമിലി ലൈഫ് ഉള്ളതുപോലെ തന്നെ എനിക്ക് ഓൺ ലൈഫ് ഉണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള ലൈഫ് ഉണ്ട്, മനസ്സിലായോ? അപ്പൊ പല രീതിയിലുള്ള ലൈഫ് ഉണ്ട്. ഒരു ലൈഫ് മാത്രമായിട്ട് പിടിച്ചു വെക്കുമ്പോഴാണ് ഈ മെയിൻ വിഷയങ്ങൾ വരുന്നത്. അതപ്പോ എന്നമാരി ഒരു കുട്ടി ഉണ്ടാവും. ഇല്ല, ഇപ്പൊ പ്രിയപ്പ അങ്ങനെ അല്ല, ഞാൻ പറയാം. ഇപ്പൊ നമ്മളിപ്പോ ട്രിപ്പ് പോവാണെങ്കിൽ ഇപ്പൊ നോർമലി എല്ലാവരും ഇങ്ങനെ മിനിറ്റ് വിളിച്ചോണ്ടിരിക്കും. പ്രിയ അങ്ങനത്തെ അല്ല. പക്ഷെ അത് ഓക്കെ, പ്രിയയുടെ സ്വഭാവം മേ ബി അങ്ങനെ ആയിരിക്കും. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരു ബെഞ്ച് മാർക്ക് ആക്കി വെക്കാൻ പറ്റില്ല. കാരണം എന്റെ പ്രൊഫഷൻ ഇസ് ട്രാവലിംഗ്. അപ്പൊ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആളാണ് സുജിത് ഭക്ത്. ഹി ട്രാവൽസ് സോളോ എ ലോട്ട്. പക്ഷെ ശ്വേത ഭയങ്കര സപ്പോർട്ടീവ് ആണ് അതിൽ അവരുടെ ജോലിയുടെ ഭാഗം കൂടിയാണ്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു വൈഫ് പാർട്ട്ണർ കൂടെ ആയിരിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞു, ഞങ്ങളെപ്പോൾ അതൊരു ബെഞ്ച് മാർക്ക്, ഞങ്ങളുടെ ജോലിയാണ്, അതുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുമാനമുള്ളൂ. പക്ഷെ അതല്ലാതെ തന്നെ ഇപ്പൊ പേഴ്സണലി ഐ തിങ്ക് സോ എവരിവൺ ഹാസ് ടു ഗിവ് ദാറ്റ് സ്പേസ് എന്നാണ് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ആ രണ്ടുപേർക്ക് ആ സ്പേസ് ഉണ്ട്. വേദു ആവുന്നതിന് മുന്നേ തന്നെ ഉണ്ട് കല്യാണം. അതുകൊണ്ട് എനിക്ക് ആ കല്യാണം കഴിഞ്ഞു ആ ഒരു ഫീല് കിട്ടിയിട്ടില്ല എന്നല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ല. കല്യാണത്തിന് മുമ്പുള്ളതിനെ കാട്ടി ഫ്രീഡം ബ്രേക്ക് കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണത്തിന് മുമ്പാണെങ്കിൽ 6 മണിക്ക് വീട്ടിൽ കയറണം. ഞാൻ പറയട്ടെ, 6 മണിക്ക് വീട്ടിൽ കയറണം. മറ്റേ ബാംഗ്ലൂരിൽ എക്സ്കർഷന് പോലും വിടില്ല. കൊച്ചി പോവാണെങ്കിൽ ഇവർ എക്സ്കർഷന് പോയ എങ്ങനെയാണെന്നറിയോ? പ്രിയയുടെ ബസ് പോയി. എവിടെ എക്സ്കർഷൻ പോയില്ല. പക്ഷെ ബസ് പോയപ്പോ ഇവര് ബാക്കിൽ കാറിൽ പോവാ. ഡാഡി നിങ്ങൾക്ക് ഊട്ടി ബാംഗ്ലൂർ പോയ പോരെ, അവര് പോകുന്നതിന്റെ ബാക്കിൽ ഞങ്ങൾ നിങ്ങളെ കാറിൽ കൊണ്ടുപോകും. അപ്പൊ ഇതും ഒരു ഫ്രീഡത്തിന്റെ ഒരു ബെഞ്ച് മാർക്ക് ഒന്നും ഇല്ല. അത് വെച്ച് നോക്കുമ്പോ എനിക്കിപ്പോ ഫ്രീഡമോ ഭയങ്കര ഫ്രീഡം. എവിടെ വേണമെങ്കിലും അത് പോയാ മതി. എല്ലായിടത്തും ആക്ച്വലി എനിക്ക് പ്രിയയുടെ ഒരു നെഗറ്റീവ് തോന്നി. നെഗറ്റീവ് അല്ല, ഇപ്പൊ എനിക്ക് ദിവസം അയച്ച ഹാഡ് റിയലി ഗുഡ് ഫ്രണ്ട്സ്, ബ്ലെസ്ഡ് വിത്ത് റിയലി ഗുഡ് ഫ്രണ്ട്സ്. സോ നമ്മൾ പോകുമ്പോൾ ഉള്ള എനിക്കൊരു സന്തോഷം ഐ വോണ്ട് ഹെർ ടു എക്സ്പീരിയൻസ്. പക്ഷെ പ്രിയനോട് ഞാൻ പൈസ ഒന്നല്ല വിഷയം, നമുക്ക് പ്രിയക്ക് അതും പോകാനുള്ള കമ്പനി വേണം. ആൻഡ് ഷി ഹാസ് ടു ഗോ. പക്ഷെ ഇതുവരെ പോയിട്ടില്ല, മനസ്സിലായോ? അതൊന്ന് പോയാല് നമ്മുടെ ഇപ്പൊ ആ ഒരു സ്ട്രെസ് റിലീഫ് ഉണ്ടല്ലോ. പ്രിയക്ക് ഒറ്റയ്ക്ക് എന്തായാലും പോകാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ ഒറ്റയ്ക്ക് ഒരു മാസം ജപ്പാനിൽ പോയി, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതിനെക്കാട്ടി എൻജോയ് ആണ് നമ്മൾ പോയപ്പോ. അപ്പൊ അതുപോലെ തന്നെ പ്രിയക്ക് സോളോ എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഷീ ഈസ് നോട്ട് ദാറ്റ് ടൈപ്പ് ഓഫ് പേഴ്സൺ. പക്ഷെ ഒരു ഫ്രണ്ട് ആയിട്ട് ഞാൻ എത്ര കാലം പറഞ്ഞു എന്നറിയും, ജസ്റ്റ് ഗോ ഫോർ എ ട്രിപ്പ്. ഒന്നിനും അല്ല, ആ ട്രിപ്പ് പോയി കഴിയുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പും ബെറ്ററോ. നമ്മൾ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഫ്രണ്ട് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോകാൻ പറഞ്ഞിട്ട്. ഞാൻ പറയുന്ന ആ ഒരു പേഴ്സണൽ സ്പേസോ അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിനോടുള്ള ഇമ്പാക്ട് ബെറ്റർ ആവുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. മറ്റേ ആ ഒരു സ്ട്രെസ് ഫ്രീ മെലോൺ ടൈമും. കാരണം നോർമലി നമ്മുടെ ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതിപ്പോ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ചെയ്യുന്ന അതായത് കൊണ്ടാണ് ഞാൻ അതൊരു റെഫറൻസ് ആക്കിയിരിക്കുന്നത്. അതിപ്പോ ഒന്നില്ലെങ്കിൽ കസിൻസ് വീട്ടിൽ പോവോ എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കുറച്ച് ദിവസം നമ്മുടെ ഒരു റെഗുലർ എൻവയൺമെന്റ് മാറി നിൽക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ് ആണ്. 12 വർഷം അതിനെക്കാട്ടി സ്ട്രെസ് ആയിരിക്കും, അടിയായിരിക്കും. പൂർണിമയും പ്രിയയും മമ്മിയും കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 പേരും വേരിങ് പേഴ്സണാലിറ്റീസാ. അടി ഉണ്ടായിട്ട് തിരിച്ചു വരുമ്പോ അതിനും കാട്ടി പ്രഷറിൽ വരും. അതിനും കാട്ടി ഭേദം മറ്റേ നീതുമായിട്ട് വല്ലതും പോകുന്നത്. അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. നീതുമായിട്ട് പക്ഷെ ഇതുവരെ അതിനുള്ള
നീത്ത് ദുബായിലായിരുന്നില്ലേ? ഇതെന്താന്നറിയോ, ഈ സത്യം എന്താ അറിയോ, ഈ പൂവാറാവുമ്പോ ദില്ലു വാ ദില്ലു നമുക്ക് ഒരുമിച്ച് കാണുന്നില്ല. അപ്പൊ എന്താന്നറിയോ, ഒന്നും അറിയണ്ടല്ലോ, എല്ലാം റെഡി ആയിട്ട് കൈ കിട്ടുമല്ലോ. മറ്റേ ഇതല്ലേ ഗൂഗിളല്ലേ? അത് തന്നെയാട്ടോ എനിക്കും. അതിപ്പോ അന്ത് വന്നാലും ജെഫ്രി വന്നാലും ഉണ്ടല്ലോ. പക്ഷെ എന്താന്നറിയോ, ഇവരൊക്കെ ഭയങ്കര ഫ്രീഡം ഉണ്ട്. ഞാൻ എന്ത് പ്ലാൻ ചെയ്യുന്നു എല്ലാത്തിനും റെഡി, ക്വസ്റ്റ്യനിങ് ഇല്ല. സോ എന്തായാലും ഞാനങ്ങനെ ഇപ്പം ഞങ്ങൾ 3 പേരും പോവാണെങ്കിലും ഞങ്ങൾ 2 പേരും പോവാണെങ്കിലും ദിലു എപ്പോ എണീക്കാൻ പറഞ്ഞ അതിന് മുമ്പ് എണീറ്റിട്ട് റെഡി ആയിരിക്കുന്നത്. എവിടെ പോകാൻ പറഞ്ഞു അവിടെ പോകുന്ന ചോദ്യം പറിച്ചില്ല. സോറി, ഞാൻ മാറ്റർ മാറി. അപ്പൊ എന്താണ് അപ്പൊ ഞാൻ പറയുന്നത്, എന്നെ പോലെ തന്നെ അങ്ങനെ ഒരു കുട്ടി ജെഫ്രിനെ കിട്ടിയാൽ അപ്പൊ എന്തായിരിക്കും കല്യാണം കഴിക്കാൻ? എന്നെ പോലെ പറയണ്ട, കാരണം അതിലും കുറെ കോംപ്രമൈസ് അല്ല, ജെഫ്രിന് പറ്റിയ ഒരാളെ ജെഫ്രിന് പറ്റിയ ഒരു വൈബിന് ആളെ കിട്ടി എന്തായാലും കിട്ടൂലേ? ഓക്കെ, വൈബിന് പറ്റിയ ആള് എനിക്കത് ആക്ച്വലി അറിയാൻ പാടില്ല. അതാണ് മെയിൻ തിങ്. കാരണം ജെഫ്രിന്റെ പേഴ്സണാലിറ്റി ഓന്തുപോലെ മാറിക്കൊണ്ടിരിക്കുക. നേരെ 2 വർഷം മുമ്പുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ല ഇപ്പൊ. ജെഫ്രിനെ കോംപ്രമൈസ് ചെയ്യാമെങ്കിലല്ലേ ആ കുട്ടി, ജെഫ്രിന്റെ ഭാഗത്തും പല കോംപ്രമൈസ് ആ കുട്ടിയും ചെയ്യണ്ടേ? എനിക്കിപ്പോ കോംപ്രമൈസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേപോലത്തെ ഒരു കോംപ്രമൈസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചെയ്തെങ്കിൽ മാത്രമാണ് എനിക്ക് ട്രൈ ചെയ്തില്ല അറിയാൻ പറ്റും. ട്രൈ ചെയ്യാനായിട്ട് ഇത് അതിനോട് ആളെ കിട്ടണ്ടേ? നമുക്ക് try ചെയ്യാൻ പറ്റില്ലല്ലോ. സംഭവമല്ലല്ലോ ഇത്. പക്ഷെ ഇതില് അന്നൊരു കാര്യം ലിവ് ഇൻ റിലേഷൻഷിപ്പ് ചെയ്ത് ട്രൈ ഞാൻ പറഞ്ഞല്ലോ ട്രൈ നോക്കാൻ. പക്ഷെ അതിനോളെ കിട്ടണ്ടേ? അതിനും കോംപ്രമൈസ് ചെയ്യണ്ടേ? അതും പറ്റൂല ഇതും പറ്റൂല. പക്ഷെ ഇത് വേറൊരു കാര്യം ഉണ്ടല്ലോ, ഇപ്പൊ ഞങ്ങളുടെ ഇത്രയും വർഷം ഉണ്ടായിട്ട് ഇതില് വേറെ എനിക്കൊരു ബേസിക് ഇഷ്യൂ ഞങ്ങൾക്ക് ഇടയിലുണ്ടായത്, ബേസിക് എന്ന് പറയില്ല, ഞങ്ങളുടെ ഇടയിലുണ്ടായത് ഒരു 3 years ബാക്ക് സംതിങ് എഫ്രിൻ അറിയാം, ഞങ്ങളുടെ ഇടയിൽ ഒരു സീരിയസ് ഫൈറ്റ് ഉണ്ടായിരുന്നു. അത് ഒരു മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയാം. നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഭയങ്കര ക്രൈസിസ് ഉണ്ടായിരുന്നു. സോ അതില് വക്കീലന്മാരെ വരെ കണ്ടു. ഡിവോഴ്സിന് വക്കീലന്മാര് വരെ എത്തിയായിരുന്നു. പക്ഷെ അതില് ആക്ച്വലി റീസൺ ഇൻ ദ സെൻസ് ഒരു എടുത്തു പറയാനായിട്ട് ഒരു റീസൺ ഇല്ല, ഒരു ഫ്രസ്ട്രേഷൻ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുചാട്ടവും പിന്നെ ഫ്രസ്ട്രേഷനും എല്ലാം കൂടെ ആയിരുന്നു. മേ ബി ഫിനാൻഷ്യൽ സിറ്റുവേഷൻസും അതുപോലെ തന്നെ എല്ലാം കൂടെ വേദു വന്നതേ ഉള്ളൂ. സോ ആ ഒരു ടൈം ഞങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. സോ റിലേഷൻഷിപ്പ് വിൽ ഓൾവേസ് നോട്ട് ബി റോസി. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് നമ്മുടെ കൂടെയുള്ള എസ്പെഷ്യലി ഇതിലെ തേർഡ് പാർട്ടീസ് എന്തായാലും ഇൻവോൾവ് ആവും. അത് നമ്മുടെ പാരന്റ്സ് ആണെങ്കിലും ആരാണെങ്കിലും ആ ഇൻവോൾവ് ചെയ്യുന്നവരുടെ മൈൻഡ് സെറ്റ്. കാരണം ഇന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് എസ്പെഷ്യലി ഗേൾസ് ഫാമിലി കുറച്ച് വെൽ ഓഫും കൂടെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് നോക്കാന്നുള്ള രീതിയിൽ പറയും. അതൊരു ഭയങ്കര ഒരു ഡേഞ്ചറസ് ട്രെൻഡാണ്. ഓക്കെ അടിക്കുവാണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു അബ്യൂസ് ആണെങ്കിൽ ഓബ്വിയസ്ലി അത് വേണം. പക്ഷെ ചെറിയ ഇഷ്യൂസ് ഈ പെണ്ണ് പറയുന്നത് കേട്ടിട്ട് ആണുങ്ങളുടെ വീട്ടില് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ പെണ്ണുങ്ങളുടെ വീട്ടില് ഈ നോർമലി അവരായിരിക്കുമല്ലോ പാരന്റ്സിനെ വിളിച്ചത് പറയുന്നത്. അതൊരു ഭയങ്കര ഇഷ്യൂ ആയിട്ട് പറഞ്ഞ് പാരന്റ്സ് അത് സോൾവ് ചെയ്യാൻ നോക്കാതെ കൊണ്ടുവരുന്നത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാതെ. അത് ലവ് കൊണ്ടാണ്, പക്ഷെ അത് ചിലപ്പോൾ ഇതോടെ തീർന്നിട്ട് ഇപ്പൊ ഞങ്ങൾ അന്ന് പോയെങ്കിൽ ഇന്ന് ഞങ്ങള് ശരിക്കും മാരേജ് ചെയ്തതിൽ ഏറ്റവും ഹാപ്പി ടൈംസ് ഇപ്പോഴാണ് ഞങ്ങൾക്ക്. ഈ നോട്ട് ദീസ് ബിഫോർ 12 years അത് നല്ലതാണെങ്കിൽ പോലും ഈ ഒരു മെയിൻ ഇഷ്യൂവിന് ശേഷമാണ്. സോ മാക്സിമം ചെറിയ ഇഷ്യൂസും ഈഗോസ്റ്റിക് ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ സോൾവ് ചെയ്യാൻ അന്നും നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്തത് ഫാമിലി അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ച് സോൾവ് ചെയ്തത് കൊണ്ടിട്ടാണ് കൂടുതലും എനിക്ക് പേഴ്സണലി തോന്നില്ല ഫാമിലി അങ്ങനെ നമ്മുടെ സോൾവ് ചെയ്തിട്ടില്ല. നമ്മളും ഇന്ദ്രേട്ടനും ഒക്കെ നമ്മളടുത്ത് അങ്ങോട്ട് പക്ഷെ അവര് നമ്മളെ അഡ്വൈസ് അല്ലെങ്കിൽ സോൾവ് ചെയ്യാനല്ലോ അത് പറഞ്ഞത്. അല്ല അങ്ങനെ അതല്ലാതെ സംസാരിക്കാതെ പോയിരുന്നെങ്കിൽ ഡിവോഴ്സ് ആയിരുന്നേനെ. ഇല്ല, എനിക്ക് തോന്നുന്നു അവര് ഡിവോഴ്സ് വേണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മോർ ദാൻ ടു കം ടുഗദർ, ടേക്ക് ടൈം ഓഫ്, അങ്ങനത്തെയാണ് ഇവരും ഡിവോഴ്സ് ചെയ്യാതെ നിങ്ങൾ സംസാരിച്ച് ഇത് ഇഷ്യൂ സോർട്ട് ഔട്ട് അതന്നെ സോർട്ട് ഔട്ട് ചെയ്യുക. അത് കുറച്ചും കൂടെ ടൈം എടുക്കും. പക്ഷെ അന്നേരം ഞാൻ അങ്ങനെ അവര് പറഞ്ഞാലും നിങ്ങൾ ഇത്രയും പ്രായമായവരാ, കാരണം നിങ്ങൾക്കൊരു അതെ, കാരണം നമ്മളും ഒരു 20s ജസ്റ്റ് മാരീഡ് ഒന്നും അല്ലല്ലോ. കാരണം അത് കേൾക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടായിരുന്നു. അതൊരു എടുത്തുചാട്ടമാണ് ഇതാണെന്നുള്ളത്. അതല്ല ജെഫ്രി, ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഫാമിലി അല്ല കൂടെ ഉള്ളെങ്കിൽ
അപ്പൊ പിന്നെ അപ്പൊ ഡിവോഴ്സ് നടക്കൂലേ? അത് കറക്റ്റാ. ഇപ്പൊ അവര് തന്നെ അന്ന് കളഞ്ഞിട്ട് പോവാ, നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ വേണ്ട, നമുക്ക് നോക്കാം. അന്നേരം വേറൊരു കാര്യമുണ്ട്, അന്നേരം നിങ്ങൾ കൊച്ചു പിള്ളേരല്ല, അവരങ്ങനെ പറയുകയാണെങ്കിൽ പക്ഷെ നമ്മള് ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂടെ പോവാനേ നമ്മൾ നോക്കുള്ളൂ. മനസ്സിലായോ? കാരണം നമുക്ക് ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കും. ആക്ച്വലി ഞാനന്ന് ഭയങ്കര ഞാനൊന്നൊക്കെ ശരിക്കും പേടിച്ചു പോയത്. ഞങ്ങളെല്ലാം കുറെ ദിവസം ഇങ്ങനെ സംസാരിച്ചിരിക്കും, എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും അല്ല, അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പൊ ഐ എം ജസ്റ്റ് സേയിങ് ടു ഓൾ ദ കപ്പിൾസ്, നമ്മൾ അത്രയും എക്സ്പീരിയൻസ് ഒന്നും അല്ലെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് ആണെങ്കിൽ അബ്യൂസ് അല്ലെങ്കിൽ അതുപോലത്തെ ഭയങ്കര എന്താ ഇൻസൾട്ടിങ്, പാരന്റ്സിന്റെ റെസ്പെക്ട്, അങ്ങനത്തെ ഒക്കെ സംഭവമാണെങ്കിൽ ഓബ്വിയസ്ലി ജസ്റ്റ് ലീവ് ദം ആൻഡ് ഗോ. അതൊരു എത്ര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ലീവ് ദം ആൻഡ് ഗോ. പക്ഷെ സോൾവ് ചെയ്യാൻ പറ്റും, ഈഗോ ബേസ്ഡ് ആണ് അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ എന്തായാലും പീപ്പിൾ ഹാവ് ടു വർക്ക്. ഇറ്റ്സ് വെരി ഹാർഡ് ഇന്നത്തെ ഒരു കാലത്ത് ഈഗോയും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ഒക്കെ ആയവർക്ക് വേറെ ഓപ്ഷൻസ് ഉള്ളപ്പോൾ ഇറ്റ് ഈസ് ഈസി ടു ലീവ് ആൻഡ് ഗോ. പക്ഷെ സോൾവ് ചെയ്യാൻ ഭയങ്കര ഹാർഡാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെന്റ് ആണ്, നമ്മൾ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം, ഉറപ്പാണത്. അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. അതെ, അപ്പൊ എനിക്ക് ആ ഒരു ഇത് ആവാത്തോണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. കാരണം ജെഫ്രിന് അറിയാം ഒരു ലിമിറ്റിന് ശേഷം ജെഫ്രിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാനോട് പേടിയുണ്ട്. എനിക്ക് അതൊരു പേടിയുണ്ട്, ചിലപ്പോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി പോകും. മറ്റേ പാർട്ണറിന്റെ കൂടെ ആയിരിക്കും, ചിലപ്പോ കൂടെ ഒന്നും പോകില്ല. ആ ഒരു പേടിയും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ പ്രിൻസിന്റെ മൈൻഡ് സെറ്റിൽ എന്താ ഉള്ളത്, ലൈക് മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ആരെങ്കിലും മനസ്സിലുണ്ടായിരിക്കുമല്ലോ, ഉണ്ടെങ്കിലും മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ടോ? അല്ല, എന്റെ ഒരു ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷനിൽ മാരേജ് കഴിഞ്ഞാലും ഒരു അപ്പ് ഉണ്ടാവും, ഒരു ഡൗൺ ഉണ്ടാവും. ആ സിറ്റുവേഷൻ എന്താണോ അത് രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ട്രൈ ടു മൂവ് ഓൺ. ആ ഒരു ബുദ്ധിമുട്ട് വന്നാലും മൂവ് ഓൺ ചെയ്യാനുള്ള ഇത് തന്നെയാണ്. പ്രിൻസിന് ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഒരു പ്ലസ് പോയിന്റ്, പ്രിൻസിന്റെ ഏജിനെക്കാളും ഭയങ്കര മെച്ചൂരിറ്റി ഉണ്ട്. 23 മെച്ചൂരിറ്റി അല്ലേ? 23 ഞാനൊക്കെ എന്തായിരുന്നു, അത് ആക്ച്വലി കറക്റ്റ് ആളല്ല നമ്മളിവിടെ ഇരുത്തിയത്. അല്ല, ഇതൊരു 40 വയസ്സുകാരന്റെ മെച്ചൂരിറ്റിയാണ്. അത് അവന്റെ എക്സ്പീരിയൻസ് ആണ്. കാരണം അവൻ 19ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് വീട് വെച്ചാണ്. ഫാദർ കൊടുത്ത പൈസ ആണെങ്കിലും റെസ്പോൺസിബിലിറ്റി അല്ല, അത് ചെറിയ പ്രായത്തില് എന്റെ അപ്പൻ വർക്ക് ചെയ്ത് തുടങ്ങിയത് 80s അല്ലെങ്കിൽ ഒരു 80 ഇയേഴ്സിലേക്ക് തുടങ്ങിയത്. 18 വയസ്സിൽ. സോ എനിക്കും ആ ഒരു സ്റ്റേജില് എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് പുള്ളി എന്നെ കൊണ്ട് വീട്. എന്റെ ഫാദർ ഇപ്പം 15ാമത്തെ 16ാമത്തെ വയസ്സിലാണ് വെറുതെ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ വേറെ ഇപ്പൊ ജെഫ്രിനോട് ചോദിക്കട്ടെ, ഇപ്പം ഇത്രയും ഏജ് ആയി, ഇത്രയും ഏജ് 35 ഇയേഴ്സ് ആയിട്ടും കെട്ടാൻ പറ്റാത്തതില് ഉള്ളിൽ വല്ല വിഷമോ റിഗ്രറ്റോ ഉണ്ടോ? ഉള്ളിന്റെ വിഷമം നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലും എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടല്ലോ, ഞാൻ ഒരു 30 ഇയേഴ്സിൽ കെട്ടിയായിരുന്നെങ്കിൽ, എസ്പെഷ്യലി ഞങ്ങളുടെ പോലത്തെ ലവ് സ്റ്റോറി ഒക്കെ കാണുമ്പോ. അതുകൊണ്ടാണ് രണ്ട് പിള്ളേരെ വേണോ, അതിന് വീതും തീയുണ്ടല്ലോ. എന്നാലും നമുക്ക് എടുത്തു നടക്കാതെ. അല്ല, അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നു, ഒരു 30s ഉണ്ടായിരുന്നു. അല്ല, അത് 30 വയസ്സാണ് ഞാൻ ഉദ്ദേശിക്കണത്. ആ സമയം വരെ ഉണ്ടായിരുന്നു. കെട്ടണം എന്നുണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, 30 വയസ്സിൽ കെട്ടണമെന്ന് വിഷമം ഉണ്ടായിട്ട് എന്ത് അപ്പോഴും കെട്ടാൻ തോന്നിയില്ല? ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും മനസ്സിലാവുന്ന അല്ല, 30-31 ജെഫ്രിന് കെട്ടണമെന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് മേ ബി ഹി എൻജോയ്ഡ് ഫ്രീഡം. കെട്ടണമെന്ന് തോന്നിയതാണോ അതോ എന്റെ മറ്റേ റിക്കവറിംഗിന്റെ ഒരു ഇതാണോ എനിക്കറിയാം. ബ്രേക്കപ്പിന്റെ ഒരു കൂട്ട് വേണമെന്ന് തോന്നി. ഈ സംഭവമില്ലേ, മേ ബി ഒരു പാർട്ട്ണർ വേണമെന്നില്ല, കുറച്ച് ഫ്രണ്ട്സ് ആയാലും മതി. ഫ്രണ്ട്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ജെഫ്രിന് ഒരു ഇന്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു, അതിൽ നിന്ന് റിക്കവറിംഗ് ടൈം കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ലവ്, അപ്പൊ ആ ഒരു തിരിച്ച് അത്രയും ഗുഡ് ഫീലിംഗ്സിലേക്ക് പോകണം എന്ന് ആഗ്രഹം കാണുമായിരിക്കും. അതായിരുന്നു അത്. പിന്നെ അതും മനസ്സിൽ നിന്ന് പോയപ്പോ ജെഫ്രിന് ഫ്രീഡം എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഫ്രീഡം അതാണ് മെയിൻ. ഫ്രീഡം നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് പതുക്കെ അങ്ങ്
കേട്ടിരിക്കുന്ന എന്താ അറിയോ, കൊറേ കാലം സിംഗിൾ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതോടെ Enjoy അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് പോകും. പോകും, പിന്നെ കിട്ടത്തില്ല. അതൊരു കറക്റ്റാ. ഇപ്പൊ ഒരു പിന്നെ അത്രയും സ്പാർക്കുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെ ബിക്കോസ് ഓൾറെഡി അത് എൻജോയ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് അത് ആസ്വദിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ ആ മാരേജ് ലൈഫിലേക്ക് വരത്തില്ല. ഈ പ്രിൻസ് ഒരു 24 വയസ്സിലൊക്കെ കെട്ടിക്കുക. കാരണം എന്താ അറിയോ, വലിയ ഫ്രീഡം ഒന്നും അതുവരെ എൻജോയ് ചെയ്തിട്ടില്ല. കാരണം ഇനിയിപ്പോ കുറച്ചും കൂടെ പോകുന്നവരും കാശ് വരും, ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഒരു 35 ഒക്കെ ആയി കഴിയുമ്പോൾ പറയാം ഒന്നാ കെട്ടണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അത് ആക്ച്വലി ഒരു 30s മുമ്പ് കെട്ടിയില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. കാരണം അത് കഴിയുമ്പോൾ നമ്മുടെ ക്യാഷ് വരും, നമ്മൾ സെറ്റിൽഡ് ആയി തുടങ്ങും, നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ പക്ഷേ ഒരു 60 ഒക്കെ കഴിയുമ്പോ എന്ത് ചെയ്യും? മണി ഡസന്റ് മാറ്റർ ലൈക്ക് ലൈഫിൽ പിന്നെ ഒരാള് വേണം. ഞാൻ ചോദിച്ചിരിക്കുന്ന എല്ലാരോടും ഇപ്പൊ ഇൻക്ലൂഡിങ് ഞാൻ പറഞ്ഞ കുട്ടീനോട് ചോദിക്കുന്നത്, ഞങ്ങള് നല്ല ലക്ഷറി ഹോം സ്റ്റേ പോയി താമസിക്കും, അവിടെ ഞങ്ങൾക്ക് കുറെ കമ്പനി ഉണ്ട്, ഇപ്പൊ അവിടെ പോയി എൻജോയ് ചെയ്യും. ഒന്നും വേണ്ട. 60 ഇപ്പൊ പ്രിൻസ് കെട്ടി 60 വരെ കൂടെ പാർട്ട്ണർ കാണുമെന്ന് ഉറപ്പാണോ? ഇല്ല. പക്ഷെ ലൈക്ക് രണ്ടിലും ഉണ്ടല്ലോ, അതാ പറഞ്ഞത്, രണ്ടിലും ഉണ്ട്. അപ്പൊ കമ്പാനിയൻഷിപ്പ് വയസ്സാവുമ്പോ കമ്പാനിയൻഷിപ്പിന് വേണ്ടി കെട്ടണം എന്ന് പറയുന്ന റോങ് കോൺസെപ്റ്റ്. അല്ല, എത്രയോ ഫോറിനേഴ്സ് വയസ്സാകുമ്പോ കിട്ടണോ? ഇന്ത്യൻസ് എത്ര പേരുണ്ട്? മനസ്സിലതാ. അല്ല, നമ്മുടെ നോക്കാൻ ആരെങ്കിലും വേണം എന്ന് പറഞ്ഞ് കെട്ടുന്നതിൽ ഒരു ലോജിക്കും ഇല്ല. എനിക്ക് ഒട്ടും ലോജിക് ഇല്ലാത്ത ഒരു സംഭവം. നമ്മളിപ്പോ കെട്ടി പാർട്ണറാണ് ആദ്യമേ മറ്റേ തളർന്നു കിടക്കണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതും ഒരു പ്രശ്നം. അതെ, ഇപ്പൊ നമ്മള് അങ്ങനെ തളർന്നു കിടക്കുമ്പോ അവര് നോക്കാൻ വേണ്ടിട്ടല്ലോ. ഇപ്പൊ ലവ് ആണെങ്കിൽ നോക്കും, പക്ഷെ നമ്മളെ നോക്കാൻ വേണ്ടി ഒരാളെ കെട്ടിട്ട് അവരെ നോക്കാനൊക്കെ ആണെങ്കിൽ. പക്ഷെ നോക്കലല്ല, ബട്ട് ഇൻ ദ സെൻസ് ഓഫ് സപ്പോർട്ടിങ്. ലൈക്ക് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് ഞാൻ ആരുടെ അടുത്ത് വിളിച്ചു 60ാമത്തെ വയസ്സിൽ ആക്ച്വലി എന്താ പ്രശ്നം ഒന്നും പറയാൻ പറ്റില്ല. ഫ്രണ്ട്സ് എല്ലാവരും അവർക്കൊരു ഫാമിലി സർക്കിൾസ് ഉണ്ടാവും, അവർ അതിനകത്ത് എൻഗേജ്ഡ് ആയിരിക്കുള്ളൂ. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെ വിളിക്കും? പക്ഷെ അതും തെറ്റാ. ആ കുട്ടി ഇല്ലെങ്കിലോ അപ്പൊ അല്ലെങ്കിൽ ആ പെണ്ണിന്റെ സപ്പോർട്ട് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിലോ, ഇതൊന്നും അല്ല, അടിസ്ഥാനമായിട്ട് ലവ് തന്നെ ആയിരിക്കണം. അല്ലാതെ നമ്മളെ നോക്കാനും നമ്മുടെ പ്രശ്നം ഷെയർ ചെയ്യാനും ആയിരിക്കരുത്. അടിസ്ഥാനം നമുക്ക് വി ഷുഡ് ലവ് ദാറ്റ് പേഴ്സൺ എ ലോട്ട്. എന്നാലേ ആ റിലേഷൻഷിപ്പ് നന്നായി പോകത്തുള്ളൂ. മനസ്സിലായി? അപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കൽ ഇന്റിമസി വരുള്ളൂ. വി മേക്ക് എൻ എഫേർട്ട് ടു സ്പെൻഡ് ടൈം വിത്ത് ദം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ജോലിക്ക് പോകും, ആ പെണ്ണ് വീട്ടിലിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് പോകും, രാത്രി വരും, വെറുതെ പേരിന് ചിലപ്പം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യും, പിറ്റേ ദിവസം അതുപോലെ തന്നെ. പിന്നെ എനിക്ക് വേറെ ഇപ്പം പണ്ടത്തെ കാലത്ത് ഈ ലവ് ആക്ച്വലി എന്റെ ഒരു എന്താ ടൈം ഫോർ ഈച്ച് അതർ ഒന്നും കാര്യമായിട്ട് ഇല്ലായിരുന്നു. അന്നത്തെ സിറ്റുവേഷൻ കൊണ്ടാണ് സ്പെൻഡ് ചെയ്തത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ലവ് ഇല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റൻഷനും ഇമ്പോർട്ടൻസും ടൈമും കൊടുത്തില്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിൽക്കില്ല. ഇന്നത്തെ കാലത്ത് ഡിമാൻഡ്സ് ടോട്ടലി ഡിഫറെന്റ്. പിന്നെ നമ്മളിപ്പോ ഈ 50-60 വയസ്സ് വരെ ഇപ്പൊ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാള് അത്ര വർഷം ഒറ്റയ്ക്ക് ജീവിച്ചപ്പോ അവർക്കറിയാം എന്തിലാണ് അതിന്റെ എൻജോയ്മെന്റ്. അപ്പൊ ആഫ്റ്റർ 60 അവർ അങ്ങനെ പിന്നെ ഹെൽത്തിന് ഹെൽപ്പ് വേണമെങ്കിൽ ഞാനൊക്കെ തീരുമാനിക്കുന്നില്ല, യൂറോപ്പിൽ പോയി ഹോം കെയർ പോയി താമസിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അടിപൊളിയാണ്. 2 വർഷമായിട്ട് യൂറോ ട്രിപ്പ് പ്ലാൻ ചെയ്യും, ബസ് കിട്ടില്ല. ആർക്കെങ്കിലും ബസ് എടുത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ വിസ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഞങ്ങളൊരു ബോയ്സ് യൂറോ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്താ, പക്ഷെ വിസ കിട്ടാത്തോണ്ട് ആളിവിടെ സ്റ്റക്കാ. എന്നിട്ടാണ് 60 വയസ്സ് കഴിഞ്ഞ് യൂറോപ്പിൽ പോകുന്നത്. ഞാൻ പറയണത് എനിക്കിപ്പോ തോന്നിയിരിക്കുന്നത് ഫാമിലി ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, അതായത് കുട്ടികള്, ഭർത്താവ്, അങ്ങനെ ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നവര് എന്തായാലും കെട്ടിയിരിക്കും അല്ലെ. ഇപ്പൊ അതാണ് ഒരു റീസൺ വന്നിരിക്കുന്ന കല്യാണം കഴിക്കാന്നുള്ളത്. പിന്നെ ഒരു സപ്പോർട്ട്, അതായത് ഇപ്പൊ അച്ഛനും അമ്മയും എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല, പക്ഷെ കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഉണ്ടാവുമല്ലോ സപ്പോർട്ട് ചെയ്യാൻ എന്ന് നമ്മൾ വിശ്വസിച്ച്. എനിക്ക് പക്ഷെ അതിലേക്ക് വേണ്ട, അപ്പൊ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ പിള്ളേര് വലുതാവുമ്പോ പിള്ളേര് മക്കളെ കണ്ടും മാമ്പു കണ്ടും മക്കളെ ആന്റി ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? എന്ത് കണ്ട്? അത് ഭയങ്കര തെറ്റ കോൺസെപ്റ്റ്. കാരണം കുട്ടികൾ നമ്മുടെ സൈഡിൽ വിശ്വാസം അത് തെറ്റാ. കാരണം അവർക്ക് അതൊരു ബാധ്യതയായിരിക്കും. മനസ്സിലായോ? കുട്ടികള് നമ്മളെ നോക്കണം എന്ന് പറയുന്നത് കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് അവരുടെ തലയിൽ ഒരു ബാധ്യത ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്താണെങ്കിലും അവർക്ക് അവരുടെ ഫാമിലി ലൈഫും അവരുടെ കുട്ടികളുമായിട്ടുള്ളത് കാണും. അത് തെറ്റാണ്. എനിക്ക് only thing for marriage is love. മനസ്സിലായി? ശരിക്കും ഒരു മാരേജ് ഹാപ്പി ആയിട്ട്, അല്ലെങ്കിലും ഇപ്പൊ ഞാൻ പറയാ. പക്ഷെ വേറെ എന്ത് പേരിനാണെങ്കിലും മാരേജ് ചിലപ്പം ഇറ്റ് വിൽ ഗോ ഓൺ, പക്ഷെ അതൊരു ട്രൂ മാരേജ് ആയിരിക്കില്ല. ഈ പറഞ്ഞ പോലെ ഫുള്ളി അഡ്ജസ്റ്റ്മെന്റും പേരിന് വേണ്ടി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിപെൻഡൻസിന് വേണ്ടി, അല്ലെങ്കിൽ സൊസൈറ്റിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു ഹാപ്പി മാരേജ് ആണെങ്കിൽ അതിലെ അണ്ടർസ്കോറിംഗ് തിങ് ഷുഡ് ബി ലവ്. അതാണ് എനിക്കൊരു മെയിൻ തിങ് പറയാനുള്ളത്. സോ
ഇനിയും കുറെ ഡിസ്കസ് അതെ, ഇതിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കടല് പോലെ കിടക്കുക. ഒരു അടിസ്ഥാനമായിട്ടൊരു ഞാനൊക്കെ മിണ്ടാതിരിക്കണോണ്ട് എനിക്ക് തുറക്കാൻ പറ്റുന്നത്. കേക്ക് ഇതിന് മാരേജിനെ കുറിച്ച് ഒരു അടിസ്ഥാനമായിട്ട് ഒരു ജഡ്ജ്മെന്റൽ ആയിട്ട് ഒറ്റ സെന്റൻസിൽ നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടില്ല. Depends upon ഓരോരുത്തരുടെ perspective ആയിരിക്കുള്ളൂ. സിറ്റുവേഷൻസും ഓരോരുത്തരുടെ ഒപ്പീനിയനും അവരുടെ എന്താ പറയുക ഫിനാൻഷ്യൽ ഇതും അതും ഫാമിലി ഒക്കെ നോക്കിയിട്ട് ആ ഒരു വാട്ട് ഇസ് മാരേജ് എന്നുള്ളത് കറക്റ്റ് ആണ്. പക്ഷെ കൺക്ലൂഷൻ ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 3 പെർസ്പെക്റ്റീവിലുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. അപ്പൊ പ്രിയയുടെ പെർസ്പെക്റ്റീവില് അല്ല എനിക്ക് അങ്ങോട്ട് ഒരു കാര്യം അത് ലാസ്റ്റ് ചോദിക്കാം. പ്രിയക്ക് അതിനൊരു ഉത്തരം കിട്ടാതെ ആദ്യമേ ചോദിച്ചു വെച്ചാണ് 12 years of marriage-ല് I am enjoying. okay I am happy that I got married. നമ്മൾ ഇരിക്കുമ്പോ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അല്ല, അതല്ല അല്ല, ഫാക്ട് അതാണ്. അല്ല ബിക്കോസ് ഫാക്ട് അതാണെന്ന് ബിക്കോസ് എനിക്ക് ആ ഈ ഒരു കൺട്രോൾ ഇത് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയാലല്ലേ ഓഫ് എന്തിനാ ഞാൻ കെട്ടിയെന്ന് തോന്നുള്ളൂ. സോ ഇതില് എനിക്ക് തോന്നിയിട്ടില്ല. ഇതില് മെയിൻ ആയിട്ട് പ്രിയ പറയുന്നത് ഷീസ് എൻജോയിങ് ദിസ് മാരേജ് സോ മച്ച് ബിക്കോസ് ഓഫ് ദ ഫ്രീഡം. Yes. അതാണ് മെയിൻ പറയുന്നത്. ഫ്രീഡം ആണ് ഇപ്പൊ ഈ ഞങ്ങളുടെ മാരേജിലാണ് കിട്ടുന്നുണ്ടെന്നാണ് അതിന്റെ അത് അതെ. പറഞ്ഞത്. അപ്പൊ നമ്മുടെ അങ്ങനെയല്ല മാരേജിൽ ഫ്രീഡം കൊടുക്കുന്നുമുണ്ട്. ദാറ്റ്സ് വാട്ട് സെയിം തിങ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീഡം മാത്രമല്ല ഫ്രീഡം ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്, പിന്നെ ഒരു ഫാമിലി ലൈഫ് ഉണ്ട്, പിന്നെ എന്തിനും ഏതിനും നമ്മൾ പ്രൊഫഷനും കൂടെ സെയിം ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒന്നിച്ചാ. അത് ആക്ച്വലി ഭയങ്കര ചലഞ്ചിങ് ആണ്. അത് ആക്ച്വലി ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഭയങ്കര ചലഞ്ചിങ്. കാരണം നമ്മൾ വിചാരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതോറും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നതോറും റിലേഷൻഷിപ്പ് ഈസിയർ ആണ്. അപ്പോഴാണ് കൂടുതൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവുന്നത്, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. വായി നോക്കാൻ പോലും സമയം കിട്ടൂല. അത് സത്യമാണ്. അതിപ്പോ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ അതൊക്കെയാണ് റീസൺ. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് വായ നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങള് ബോയ്സ് ട്രിപ്പ് മാത്രം പോകുന്നത്. അതിപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞ വേണ്ട പറഞ്ഞത് ഫ്രീഡം ഫ്രീഡം. അല്ല ഞാൻ പറയുന്നത് കൂടെ കൂടുതൽ നേരം നിൽക്കുമ്പോ ഇറ്റ് ഇസ് വെരി ഹാർഡ്. ദില്ലു വായി നോക്കിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു ദില്ലു കുട്ടീനെ നോക്കുമ്പോ ഞാൻ കാണിച്ചു ബാങ്കോക്കിൽ പോകുമ്പോ ഞാൻ കാണിച്ചു തരാം. നല്ല കുട്ടിയാ. എസ്പെഷ്യലി മറ്റേ ഷോപ്പിൽ നിൽക്കുന്ന ഗേൾസ് ഉണ്ടല്ലോ. ബാങ്കോക്കിൽ വരുമ്പോ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഡ്രസ് ആയിരിക്കും പറയണം, രണ്ടാമത്തെ പിന്നെ അല്ല ഇട്ടിരിക്കുന്ന കുട്ടീനെ നോക്കാൻ അത് പറയാറുണ്ട്. ആൺകുട്ടീനെ കണ്ടാലും ഞാൻ പറയും ദില്ലു ആ ആൺകുട്ടീനെ നോക്കുന്നേ. അപ്പൊ അതൊരു ഭയങ്കര ചലഞ്ചാണ് കേട്ടാ. കാരണം അതും ഞാൻ പറയാനുണ്ട്. ആ ഒരു കൺക്ലൂഷനിൽ അതും കൂടെ പറയാം. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് പ്രിയ കുറച്ചും കൂടെ ഒക്യുപ്പൈഡ് ആയി തുടങ്ങിയപ്പോഴാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഈ ഐഡിയലായിട്ട് ഇരിക്കുമ്പോ കൂടുതൽ ഭയങ്കര വിഷയങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ബട്ട് വൺസ് ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് അല്ലെങ്കിൽ ഇതുപോലെ അതാ ഞാൻ പറഞ്ഞത്, ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ സീരിയൽ അഭിനയിക്കുമായിരുന്നു. അപ്പൊ ഐ വാസ് ഓക്യുപ്പൈഡ്, എൻ്റെതായ കാര്യങ്ങളായി ജോലിയായി. അപ്പൊ ഞാൻ മാറി നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. വേദു വന്നതിന് ശേഷം ഞാൻ ഫുൾ ടൈം വീട്ടില്ല. അതായത് പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ മൂഡിലൊക്കെ വരുമല്ലോ. പിന്നെ ഹോർമോണൽ ചേഞ്ചസ്, ഫുൾ ടൈം കുഞ്ഞിനെ നോക്ക്, വീട്ടിലിരിക്കുക, ജോലിയില്ല. അതിന്റെ ആ സമയത്താണ് നമ്മള് ഫൈറ്റ് ആയി. പിന്നെ അങ്ങോട്ട് 3-4 years വർക്ക് ചെയ്തില്ല. അപ്പൊ ഭയങ്കരമായിട്ട് ഇന്റൻസ് ആവാൻ തുടങ്ങി, ഫ്രസ്ട്രേഷൻ ആവാൻ തുടങ്ങി. പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി, സ്റ്റോറിന്റെ കാര്യങ്ങളെ അല്ലാതെ എക്സിബിഷൻ ഒക്കെ ആയാലും ഒരു 4 years 3 years മുമ്പ് നമ്മൾ എക്സിബിഷൻസ് ബിസി ആയപ്പോൾ ബാങ്ക് ഓഫ് ഫാഷൻ തുടങ്ങി. അതെ ബാങ്ക് ഓഫ് ഫാഷൻ തുടങ്ങി. അതിന്റെ കാര്യങ്ങളിലേക്ക് പോയപ്പോഴേക്കും ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഹാപ്പി വിത്ത് ലൈഫ്, സാറ്റിസ്ഫൈഡ്. അങ്ങനെ നമ്മുടെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നതും ഡേഞ്ചറസ് ആണ്. ഓക്കെ, സോ അത് പ്രിയയുടെ എന്താണ് മാരേജിനെ കുറിച്ചുള്ള ഫൈനൽ തിങ് എന്താണ് ഞാൻ പറയേണ്ടത്? ഇപ്പോഴൊരു ചിഹ്നം പറയാനില്ല അല്ലേ? ചോദ്യ ചിഹ്നം വേണോ? എനിക്ക് അറിയില്ല ആക്ച്വലി എന്താ പറയേണ്ടത്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ഇത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല? തോന്നിയായിരുന്നില്ല പലതും. നിങ്ങളുടെ ഇത് കാണുമ്പോ എനിക്ക് രണ്ടും തോന്നാറുണ്ട്. വേണമെന്ന് വേണ്ട. സീരിയസ്ലി ഇപ്പൊ ആ സമയത്തൊക്കെ എന്തിനാണ് നന്നായിട്ട് പേടിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതായത് ആ ഡിവോഴ്സിന്റെ വക്കിലെത്തിയപ്പോ. അപ്പൊ ഞാൻ വേണ്ടാന്ന് തോന്നി. ചില സമയത്ത് നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്, ആ കൊച്ചിന്റെ ആ ഒരു ഫാമിലി കാണുമ്പോൾ വേണമെന്ന് തോന്നും. പക്ഷെ ഇപ്പൊ എനിക്ക് വേണ്ട. അടിസ്ഥാനമായിട്ട് പറയാനുള്ളത് എനിക്ക് ഇപ്പൊ കല്യാണം വേണ്ട. അപ്പൊ അത്രയും സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്താൽ മാത്രമേ ജെഫ്രിന് കല്യാണം കഴിക്കൂ. അല്ല കല്യാണം വേണ്ടെന്നാണോ ഇപ്പൊ, അതോ കല്യാണമേ? അത് പറയാൻ പറ്റില്ലല്ലോ. അത് ജസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു ലൈഫിൽ ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ എന്താ പ്രിൻസിനോ വൺസ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. അതാണ് കറന്റ് സിറ്റുവേഷൻ. മൈറ്റ് ബി ചേഞ്ച്, ഡിപെൻഡ്സ് അപ്പോൺ ദി സിറ്റുവേഷൻ. അല്ല കല്യാണം കെട്ടിക്കഴിഞ്ഞ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഡിവോഴ്സ് ചെയ്ത് പിന്നെ മൂവ് ഓൺ അല്ല, പക്ഷേ ചെയ്യാമല്ലോ. ഡിവോഴ്സ് നമ്മുടെ മൈൻഡിൽ പാടില്ല. അല്ല there is not a solution ഇല്ലാതെ ഇല്ലല്ലോ ഏത് പ്രോബ്ലം. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഉണ്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കമ്മിറ്റ്മെന്റും കുറയും.
ലൈക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് അതവിടെ starting ഏ വർക്ക്ഔട്ട് പോകും. ആവും. അല്ല ഇപ്പൊ നമ്മളിപ്പം ഞാൻ പറയില്ലേ, ഇപ്പൊ നമ്മള് ഒരു സിറ്റുവേഷൻ ഷോപ്പ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഷോപ്പ് ഇത് നമുക്ക് സർവൈവ് ചെയ്തേ പറ്റൂന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തിരിക്കും, ലാസ്റ്റ് ഇഞ്ച് വരെ. അല്ല ഈ ഷോപ്പ് നമ്മുടെ ഫൈനൽ ഇത് അതെ. ഒന്നും പക്ഷേ നമുക്ക് 3-4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇതിന് ഒരു ലിമിറ്റ് വരെ നമ്മൾ ഫോളോ ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ വിട്ടുകളാം, നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ വളരെ. പക്ഷെ നമ്മുടെ മാരേജ് അതുപോലെ ആവരുതാണ്. നമ്മുടെ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു തോട്ടേ മൈൻഡിൽ പാടില്ല. അത് കറക്റ്റ് ആട്ടോ. അല്ലേ? ആ ഒരു തോട്ട് കാരണം നമ്മുടെ ലാസ്റ്റ് എഫേർട്ട് വരെ അത് കൊണ്ടുപോകണം. കല്യാണം എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റ്മെന്റ് അതാണ്. അപ്പൊ നമ്മൾ ആ വിശ്വാസത്തിൽ കൂടെ തന്നെ പോകണം. പോവുകയാണെങ്കിൽ ശരിക്കും ഒന്നും പറയാൻ ഞാനതൊക്കെ ഫ്ലോയിലൊക്കെ പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുവാണ്. ഇല്ല ഞാൻ അല്ല അതും കൂടെ ചോദിക്കട്ടെ ഡൗട്ട്. കല്യാണം എന്ന് പറയുന്നത് ട്രസ്റ്റാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പണ്ടത്തെ ആൾക്കാരാണ് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു മസ്റ്റായിട്ട് പുറകെ നടന്നതും. പക്ഷെ ഇപ്പൊ കുറേ റിലേഷൻഷിപ്സ് കല്യാണം ഇല്ലാതെ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. കല്യാണം വേണ്ട, അവർക്ക് ലിവ് ഇൻ റിലേഷൻഷിപ്പും മതി. അപ്പൊ കല്യാണവും വേണ്ട, ഡിവോഴ്സും വേണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട് അത് മുന്നോട്ടേക്ക് ഇനി അതായിരിക്കും ചിലപ്പോ കൂടുതലും വരുന്നത് ദാൻ മാരേജ്? ഫ്യൂച്ചർ ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒബ്വിയസ്ലി ഇപ്പോഴും ലീഗലി ഒക്കെ കുറെ വിഷയമുണ്ട് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ. ഇന്ന് കൊച്ചിനെ ഉണ്ടെങ്കിലും പിന്നെ നമുക്ക് അതിനെ കുറിച്ച് അത്രയും ലീഗൽ സൈഡിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഓക്കെ ലിവ് ഇൻ അതൊരു ഡിഫറെന്റ് ടോപ്പിക് ആയിട്ട് വിട്ടോ, അത് വിട്ടോ. പക്ഷെ നമ്മുടെ ഇപ്പൊ മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാരേജിനെ കുറിച്ച് 3-4 പെർസ്പെക്റ്റീവ് കിട്ടുന്നതായിരുന്നു. സോ ഇറ്റ്സ് എ വെരി സ്ട്രോങ്, എല്ലാവർക്കും ഒപ്പീനിയൻ ഉള്ളതായിരിക്കും. നമ്മളെല്ലാം പറഞ്ഞത് ആരും ഒഫൻഡ് ചെയ്യാനോ ഒന്നുമല്ല, നമ്മുടെ ഓൺ പെർസ്പെക്റ്റീവ്സും തോട്ട്സും ആണ്. ഇതിൽ ഓപ്പോസിറ്റ് ആയിട്ടും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടും തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ പ്ലീസ് ഡു മെൻഷൻ ഇതിന്റെ കമന്റ്സ്, നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ തോട്ട്സും എല്ലാവരും കമന്റ് ബോക്സ് വായിക്കുന്നതായിരിക്കും. സോ എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിന്റെ ഒക്കെ. സോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം കമന്റ് ചെയ്യാം. ഇങ്ങനത്തെ ഒരാളാണെങ്കിൽ കെട്ടാതിരിക്കുന്നത് ചിലവെല്ലാം കുട്ടികൾക്ക് കെട്ടാൻ ആഗ്രഹം തോന്നിയല്ലോ അപ്പൊ ഉള്ള ചാൻസ് കളഞ്ഞോട്ടെ. അപ്പൊ ഗൈസ് ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ദിസ് പോഡ്കാസ്റ്റ്. നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.